ഹായ് എവ്രി വൺ, വെൽക്കം ടു മിനൂസ് മെന്യൂ. ഇന്നത്തെ നമ്മുടെ മെനുവിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മഷ്റൂം സൂപ്പാണ്. ഇത് നമുക്കൊരു വെജിറ്റേറിയൻ സൂപ്പായിട്ടും അതുപോലെ തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ സൂപ്പായിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. മഷ്റൂം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ 3-4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. ഞാനിത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ സ്റ്റോക്ക്, അതായത് ഒരു 2 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സ് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് അലിയിച്ച് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതാണെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്കും ഇതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. പാല് തിളപ്പിച്ചിട്ട് അത് ആറിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഒരു 1/4 കപ്പ് പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മഷ്റൂം സ്ലൈസസ് ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് എണ്ണയിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതാണ്. നമ്മുടെ സൂപ്പ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യുവാണ്. അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം. മഷ്റൂം ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മഷ്റൂമും സബോളയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി കൊണ്ട് മൂടി ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമും സബോളയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് അല്ല, നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇനി നമ്മൾ ഈ മിക്സ് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് ഇതൊന്ന് ആറാൻ വെച്ചതിന് ശേഷം ഈ മിക്സ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലൊരു പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ മഷ്റൂം സബോള വെളുത്തുള്ളി ചിക്കൻ സ്റ്റോക്ക് എല്ലാം കൂടിയുള്ള മിക്സ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് നമുക്ക് ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഈസിയും ഹെൽത്തിയും ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ സെർവ് ചെയ്യാൻ നേരം നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഫ്രൈ ചെയ്തെടുത്ത മഷ്റൂം സ്ലൈസസ് നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഫ്ലേവർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൂപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം സൂപ്പാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കുക. ഐ ഹോപ്പ് യു all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Minoo's Menu.